യുപിയിലെ കോൺഗ്രസ് കമ്മിറ്റികൾ പിരിച്ചുവിട്ട എഐസിസി പ്രദേശ്, ജില്ലാ, സിറ്റി, ബ്ലോക്ക് കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടേതാണ് നടപടി. പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് നടപടി എന്നതാണ് വിശദീകരണം. ഹിമാചലിലും കോൺഗ്രസ് കമ്മിറ്റികൾ മുൻപ് പിരിച്ചുവിട്ടിരുന്നു. അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, കമ്മിറ്റികളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഔദ്യോഗിക വിശദീകരണം. പക്ഷേ അതുതന്നെയാണോ കാരണം? അസിത, ഉത്തർപ്രദേശിലെ മുഴുവൻ പാർട്ടി കോൺഗ്രസ് കമ്മിറ്റികളെയും പിരിച്ചുവിട്ടിരിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ഒരു വാദമാണ് ആദ്യഘട്ടത്തിൽ അവർ ഉന്നയിക്കുന്നത്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പുകളിലും ഉത്തർപ്രദേശിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റു സംസ്ഥാനങ്ങളിൽ ഏറ്റിട്ടുള്ള കനത്ത പ്രഹരവുമാണ് ഇതിന് പിന്നിൽ എന്നത് വ്യക്തമാണ്. കാരണം കോൺഗ്രസിന് ഹരിയാനയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിൽ പോലും ചില സീറ്റുകളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ കമ്മിറ്റികളൊക്കെ തന്നെയും പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ സംഘടനാ തലത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് പ്രവർത്തക സമിതി യോഗത്തിലടക്കം മല്ലികാർജ്ജുൻ ഖാർഗെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ എല്ലാ കമ്മിറ്റികളും പിരിച്ചുവിടുക എന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ കടന്നിരിക്കുന്നത്. എന്തായാലും 2027 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ സീറ്റുകൾ വിജയിച്ചു വരുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടി എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ പാർട്ടി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഹിമാചൽ പ്രദേശിലും കഴിഞ്ഞ മാസം ഇത്തരത്തിൽ സംഘടനാ തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തിയിരുന്നു. അവിടെയും ഇത്തരത്തിൽ എല്ലാവിധ കമ്മിറ്റികളും പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലും ഇത്തരത്തിലൊരു കമ്മിറ്റി പുനഃക്രമീകരണം എന്ന പേരിൽ വലിയ രീതിയിൽ കമ്മിറ്റികളൊക്കെ തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നത്. പക്ഷേ ഈ കനത്ത പ്രഹരം വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റ ഒരു കനത്ത പ്രഹരം തന്നെയാണ് ഇതിന് പിന്നിൽ എന്നത് വ്യക്തമാണ്. അസിത, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.